ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കാലിൽ പാദസരം കെട്ടിക്കൊടുക്കുമായിട്ട് നമ്മുടെ അശ്വിൻ. അത് കാണുമ്പോഴേക്കും ശ്രുതിക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. ശ്രുതി നോക്കുവാണ്, അത് തൻ്റെ പാദസരം തന്നെയാണെന്ന്. അതെ, അത് തൻ്റെ പാദസരം തന്നെയാണെന്ന് മനസ്സിലാക്കിയ ശ്രുതിക്ക് സന്തോഷം കൊണ്ട് വല്ലാത്തൊരു സന്തോഷവും പുഞ്ചിരിയൊക്കെ വരുവാണ് മുഖത്ത്. ആ സമയത്ത് നമ്മുടെ അശ്വിനും പതുക്കെ ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അത് പാദസരം കേട്ട് പതുക്കെ കാല് നിലത്തേക്ക് വെക്കാണ് ശ്രുതിയുടെ. ആ സമയത്ത് അശ്വിൻ തൊട്ടടുത്തിരിക്കുന്നതുകൊണ്ടായിരിക്കണം ശ്രുതിയുടെ നെഞ്ച് വല്ലാണ്ട് ഇങ്ങനെ പിടയ്ക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അശ്വിനെ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രുതി എഴുന്നേൽക്കാൻ വേണ്ടി നോക്കുവാണ്. ആ സമയത്ത് ശ്രുതി വീഴാൻ പോകുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് ശ്രുതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പോയി കഴിഞ്ഞിട്ട് ശ്രുതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുനേരം അവർ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ അശ്വിൻ പതുക്കെ ശ്രുതിയുടെ തോളത്ത് കൈ വെക്കുവാട്ടോ. ശ്രുതി ആ പതുക്കെ ഇങ്ങനെ അശ്വിനെ നോക്കുന്നുണ്ട്. പക്ഷെ അശ്വിൻ വേറൊരു റൊമാൻറ്റിക് മൂഡിലായതുകൊണ്ട് തന്നെ ശ്രുതിയും പതുക്കെ ആ ഒരു റൊമാൻസിലേക്ക് ശ്രുതിയും വരുവാണ്. അങ്ങനെ ശ്രുതിയും അശ്വിൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അശ്വിൻ വീണ്ടും ശ്രുതിനെ തന്നെ നോക്കുമ്പോൾ ശ്രുതി വീണ്ടും അശ്വിനെ നോക്കുവാണ്. അങ്ങനെ പതുക്കെ തൻ്റെ രണ്ടാമത്തെ കൈയും അശ്വിൻ ശ്രുതിയുടെ മേത്തിനെ വെക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് കൈയും ശ്രുതിയുടെ തോളത്ത് വെച്ചിട്ട് പതുക്കെ ശ്രുതിയുടെ കവിളിലൊക്കെ തൊട്ട് നോക്കുവാട്ടോ അശ്വിൻ. ആ സമയത്ത് ശ്രുതിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലായിരുന്നു. അതിനുശേഷം പതുക്കെ അശ്വിൻ ശ്രുതിനെ ഇങ്ങനെ കിസ് ചെയ്യാൻ ഇങ്ങനെ തുടങ്ങുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുവാട്ടോ. അതാണ് നമ്മൾ ഇന്നത്തെ പ്രൊമോയിൽ കണ്ടത്. അങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ അതായത് സമ്മതമാണെന്ന രീതിയിൽ തന്നെയാണ് ശ്രുതി ഇങ്ങനെ കണ്ണടക്കുന്നത്. ആ സമയത്ത് അശ്വിൻ്റെ ഫോൺ പെട്ടെന്ന് ഇങ്ങനെ ബെല്ലടിക്കുമ്പോഴേക്കും പെട്ടെന്ന് അശ്വിനും ശ്രുതി ഇങ്ങനെ ഞെട്ടുവാണ്. അശ്വിൻ പെട്ടെന്ന് കണ്ണൊക്കെ ഇങ്ങനെ തുറിച്ചിട്ട് ഇങ്ങനെ എനിക്ക് എന്താ സംഭവിച്ചത് എന്ന രീതിയിൽ പെട്ടെന്ന് അവിടെ നിന്ന് വേഗം പോകുവാട്ടോ. ശ്രുതിക്കും അതേ അവസ്ഥ തന്നെയാണ്. ശ്രുതി ആകെ അപ്സെറ്റായിട്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുവാണ്. അതിനുശേഷം ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാനെന്താ ഇങ്ങനെയൊക്കെ പെരുമാറിയത്, ഞാനെന്താ ഇങ്ങനെ നിന്ന് കൊടുത്തത്, എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, എന്തൊക്കെയാണ് സംഭവിച്ചത് ഇപ്പോൾ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ വിചാരിക്കുകയാണ്. അതേസമയം അശ്വിൻ വേഗം തന്നെ റൂമിലേക്ക് പോകുകയാണ്. ശ്രുതി എങ്ങാനും കയറി വരുമെന്ന് പേടിച്ചിട്ട് അശ്വിൻ റൂം പെട്ടെന്ന് തന്നെ ലോക്ക് ചെയ്യുവാട്ടോ. അതിനുശേഷം അശ്വിൻ മുടിയൊക്കെ ഇങ്ങനെ പിടിച്ച് വലിക്കുവാണ്. ഞാനെന്തിനാ ഇങ്ങനെ ചെയ്തത്, ഞാൻ എന്നാലും ഇത്ര ചെറുതായി പോയല്ലോ, ഞാനെന്താ ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിനും ആകെ വിഷമത്തിൽ ആകെ ടെൻഷനായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്നാലും അശ്വിൻ സാർ എന്തായിട്ട് അങ്ങനെ പെരുമാറിയത്, ഞാനെന്താ അങ്ങനെ നിന്നത്, പിന്നെ അശ്വിൻ സാറിൻ്റെ പാദസരം അതെങ്ങനെ കിട്ടി, എന്തായാലും അതൊക്കെ എല്ലാത്തിനും മറുപടി അശ്വിൻ സാറിന് തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അശ്വിൻ്റെ റൂമിലേക്ക് ഇങ്ങനെ പോകുവാട്ടോ. ആ സമയത്ത് വാതിലിങ്ങനെ ശ്രുതി തുറക്കുമ്പോഴേക്കും അശ്വിൻ ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. അശ്വിനോട് ശ്രുതി പറയുന്നുണ്ട്, സാർ എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കണം, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം, നീ ഇറങ്ങി പോകാൻ നോക്കുക എന്ന് പറയുകയാണ്. ഇല്ല സാർ, എനിക്ക് സാറിനോട് സംസാരിച്ചേ പറ്റൂ. ദേ ശ്രുതി, ഞാൻ മര്യാദക്കുണ്ട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുവാണ്. ആ സമയത്ത് ശ്രുതി ആകെ ബുദ്ധിമുട്ടോടെ നിൽക്കുമ്പോഴേക്കും അശ്വിൻ ആ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുവാട്ടോ. അതേസമയം നമ്മുടെ മനോരമയുടെ കൂട്ടുകാരികൾ ചോദിക്കുന്നുണ്ട്, അല്ല മനോരമ, ഇതൊക്കെ അത്ര നല്ല ഏർപ്പാടാണെന്ന് മനോരമക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ചോദിക്കുകയാണ്. അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് മനോരമ പറയുമ്പോൾ, അല്ല കല്യാണം കഴിയാതെ ഇവിടുത്തെ ASR ആ ലാവണ്യ എന്ന പെൺകുട്ടി ഇവിടെ താമസിപ്പിച്ചേക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമുക്ക് നാട്ടുനടപ്പ് ഒന്നുമില്ലേ, നിങ്ങളെപ്പോലത്തെ ഇത്രയും വലിയ വീട്ടുകാർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ചെറിയ വീട്ടുകാരും ഇതുപോലെ ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ, നിങ്ങൾ കണ്ടിട്ട് അല്ലേ മറ്റുള്ളവരും പഠിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി ചോദിക്കുന്നുണ്ട്, ആ ചേച്ചിമാർ ചോദിക്കുന്നുണ്ടല്ല ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ മനോരമ പറയുന്നുണ്ട്, അത് ഇവിടുത്തെ പുതിയ സെർവൻ്റ് ആണെന്ന് പറയുമ്പോൾ ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങനെ മാറും കേട്ടോ. ആ സമയത്ത് ആ ചേച്ചിമാർ പറയുന്നുണ്ട്, ഇത്രയും സുന്ദരിയായിട്ടുള്ള സെർവൻറ്റ്, ചെറുപ്പക്കാരിയുടെ സെർവൻറ്റിനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, എല്ലാം ഇവിടെ വേഷമൊക്കെ ഉണ്ട്, സെർവൻ്റ് ആണെന്ന് തോന്നില്ലല്ലോ എന്ന് പറയാം ആ ചേച്ചി. ആ സമയത്ത് മനോരമ പറയണ്ട, അതെ ഞങ്ങൾ ദീപാവലി പ്രമാണിച്ച് അവൾക്ക് നല്ലൊരു സാരി എടുത്തു കൊടുത്തു, അതെടുത്തോണ്ടാ ഇങ്ങനെയൊക്കെ ഇരിക്കണത്, അല്ലെങ്കിൽ കീറി പറഞ്ഞ ഡ്രസ്സൊക്കെ ഇടാറുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. എന്നാലും ഇത്രയും ചെറുപ്പക്കാരികളായിട്ടുള്ള സെർവൻസിനെ വെക്കുമ്പോൾ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ആദ്യമായിരിക്കണമല്ലോ എന്നിങ്ങനെ പറയുകയാണ് ചേച്ചിമാർ. അതേസമയം നമ്മുടെ അശ്വിൻ്റെ അടുത്തേക്ക് വീണ്ടും ശ്രുതി പതുക്കെ ഇങ്ങനെ പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്കും അശ്വിൻ അവിടെ മാറി പോകുകട്ടോ. ആ സമയത്ത് ശ്രുതി വീണ്ടും അശ്വിൻ്റെ പുറകിലേക്ക് പോവാണ്. സാർ, എനിക്ക് സാറിനോട് സംസാരിക്കണം. ഇല്ല, എനിക്ക് നിന്നോട് സംസാരിക്കണം അശ്വിൻ വെട്ടി തുറന്ന് പറയുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, സാർ എനിക്ക് സാറിൻ്റെ അടുത്ത് 2 മറുപടി മാത്രം മതി. സാറിന് എങ്ങനെ എൻ്റെ കൊലുസ് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ, അത് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ കാലിൽ നിന്ന് കളഞ്ഞു പോയതാ എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, അത് നിനക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് തിരിച്ചു തന്നത്, അതൊന്നും അതിനെ കൂടുതൽ നീ ഒന്നും എന്നോട് ചോദിക്കേണ്ട എന്ന് പറയാണ്. ശരി, എങ്കിൽ കുറച്ച് മുമ്പ് നടന്ന സംഭവത്തിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? എന്ത് സംഭവം? അല്ല സാർ എന്നാ വേണ്ട, അത് പറയണ്ട, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല, എനിക്ക് ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ മറുപടി പറയാനായിട്ടുള്ള ഒരു താല്പര്യമില്ല, മറുപടി പറയേണ്ട ആവശ്യവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് നിന്ന് അശ്വിൻ ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോകുക കേട്ടോ.
അതേസമയം ആ ചേച്ചിമാരാണെങ്കിൽ വിഷയം വിടുന്നേ ഇല്ല കേട്ടോ, വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം മനോരമ ഞങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞില്ല, അല്ല ചോദിക്കാൻ മറന്നു, മനോരമയുടെ ഹസ്ബൻഡും മോനും എവിടെ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിന് സിംഗപ്പൂർ ഒരു ചെറിയൊരു ബിസിനസ് മീറ്റിംഗ്, അതിനു വേണ്ടി പോയിരിക്കുക. പിന്നെ മോൻ അപ്പോഴേക്കും ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മനോരമ പറയുന്നുണ്ട്, ദേ വന്നല്ലോ എൻ്റെ വൺ ആൻഡ് ഓൺലി മോൻ എന്ന് പറയാണ്. പിന്നെ ഇവിടെ എത്ര ബിസിനസ് മീറ്റിംഗ് ഉണ്ടെങ്കിലും എൻ്റെ മോൻ്റെ കൈ എല്ലായിടത്തും എത്തണം എന്നിങ്ങനെ പറയുകയാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇവ വീട്ടുകാര്യങ്ങൾക്ക് കൊടുക്കുന്നത്. ഇനി എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എൻ്റെ മോൻ്റെ വിവാഹമാണ് എന്ന് പറയുവാണ്. ആ സമയത്ത് അത് കേൾക്കണം ആകാശിനെ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോകുവാട്ടോ. അതിനുശേഷം നമ്മുടെ ആ ചേച്ചിമാരിനെ പറയുന്നുണ്ട്, എന്നാലും കല്യാണം കഴിഞ്ഞ മുമ്പ് ഈ പെണ്ണിവിടെ നിർത്തിയത് അത്ര ശരിയൊന്നുമല്ല. ഇപ്പം ആ പെണ്ണ് വന്നിട്ട് 2 മാസം ആവാനായില്ലേ. അത് മാത്രമല്ല എന്തിനു സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ASR അത് ഏറ്റെടുക്കോ എന്ന് പറയണ. ആർക്ക് പോയി കഴിഞ്ഞാൽ ആ പെണ്ണിനെ പോയി, ആ പെണ്ണിന്റെ മാനവ ജീവിതമൊക്കെ പിന്നെ തീർന്നില്ലേ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ മുത്തശ്ശിയും ലാവണ്യയും വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾ ആരുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയണത് ചോദിക്കുമ്പോൾ, എല്ലാ സുഭദ്രാമയെ പറയണത് കൊണ്ട് ഒന്നും തോന്നരുത്. ഈ പെൺകുട്ടി, ഈ ലാവണ്യ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി ഇവിടെ വന്നിട്ട് കുറച്ച് അധികം നാളായല്ലോ, ഞങ്ങൾ അതും കൂടി അറിയാനാണ് വന്നത്. നിങ്ങളെപ്പോലെ ഇത്രയും വലിയ വീട്ടുകാർ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൂട്ടി നിൽക്കണം അത്ര നല്ലതല്ല. ലിവിങ് ടുഗദർ ആണ് അത്രേ. അതൊക്കെ പുറം രാജ്യത്ത് നടക്കുമായിരിക്കും, നമ്മുടെ ഇവിടെ ചുരുക്ക സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ അതും അത്ര നല്ലതൊന്നുമല്ല. ഈ പെൺകുട്ടിയുടെ കല്യാണത്തിന് മുമ്പ് തന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? അത് മാത്രമല്ല നിങ്ങളുടെ കൊച്ചുമോനാണെങ്കിൽ ഇവളുടെ കൂടെ ഒരുമിച്ചല്ലേ താമസിക്കണത്. ഈ പെൺകുട്ടിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൊച്ചുമോൻ ഈ പെൺകുട്ടിനെ ഏറ്റെടുക്കോ എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചുമോനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാ ചേച്ചിമാര് പറയാണ്. ഇതേ ഈ പെണ്ണ പറഞ്ഞാൽ മതി, ഈ പെണ്ണ ഒരു ബോധമുണ്ടോ, ഒന്ന് ആലോചിക്കണം. ഒരു പെൺകുട്ടിയല്ലേ ഇങ്ങനെ വേറൊരു അന്യന്റെ വീട്ടിലിങ്ങനെ താമസിപ്പിക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു മടിയും നാണമൊക്കെ വേണ്ടേ എന്നൊക്കെ ലാവണിയുടെ ചോദിക്കുമ്പോൾ അവളുടെ മുഖം ആകെ മാറുവാട്ടോ. ഇത് കേട്ട് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അശ്വിൻ ചോദിക്കണേ, നിങ്ങൾക്ക് എന്തൊക്കെയായി അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ്. ലാവണ്യൊക്കെ ഇവിടെ കൊടുക്കേണ്ട ബഹുമാനവും അംഗീകാരവും തന്നെ കൊടുക്കും എന്ന് പറയാണ്. അല്ല ASR ചോദിക്കണമെന്ന് വിചാരിക്കരുത്, എന്ത് അംഗീകാരം കൊടുക്കുമെന്നാ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നാ ചേച്ചിമാർ ചോദിക്കുമ്പോൾ അശ്വിൻ പറയണ്ടേ, അല്ല നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ലാവണ്യയുടെ ജീവിതം വഴിയാതാരെ പോവില്ലേ, ലാവണ്യ എന്തോ വലിയൊരു കുറ്റം ചെയ്ത പോലെയൊക്കെയല്ലോ നിങ്ങൾ സംസാരിച്ചത് എന്ന് പറയാണ് അശ്വിൻ. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രുതി തൊട്ടുപുറകിലുണ്ട് കേട്ടോ. അശ്വിൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലാവണ്യയുടെ കാര്യത്തിൽ ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങളിവിടെ വന്നിട്ട് കുറേയൊക്കെ സംസാരിച്ചല്ലോ ലാവണ്യയുടെ കാര്യത്തിനെ കുറിച്ചിട്ട്, അതുകൊണ്ട് നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാനിപ്പോൾ എൻ്റെ തീരുമാനം പറയാൻ പോവുക. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ തീരുമാനം ചോദിക്കുമ്പോൾ, അതേ മുത്തശ്ശി, ഞാൻ ലാവണ്യനെ എൻ്റെ വധുവാക്കാൻ തീരുമാനിച്ചു, ലാവണ്യ ഞാൻ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറയുകയാണ്. അത് കേൾക്കുന്നത് ശ്രുതിയുടെ കണ്ണീന്ന് പടപടാന്ന് വെള്ളം ഇതിന് ഒഴുകുവാട്ടോ. ആ സമയത്ത് നമ്മുടെ സുഭദ്രാമ നേരാണോ കുഞ്ഞാന്ന് ചോദിക്കുമ്പോൾ, അതെ ഈ അശ്വിൻ സാരാമിന് ഒരു വാക്കേ ഉള്ളൂ, ലാവണ്യനെ ഞാൻ ഭാര്യയാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പോൾ ചേച്ചിമാരുടെ വിഷമമൊക്കെ മാറിയല്ലോ അല്ലേ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ പറയുമ്പോഴേക്കും മനോരമ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ഫ്രണ്ട്സിനെ വയറ് നിറച്ചു, നീ കൊടുത്തു, നിന്റെ തീരുമാനം വളരെ നന്നായിട്ടോ എന്ന് പറയണേ. എന്നാൽ രമ്യ കൂട്ടുകാർ ഇത് പറയണ്ട മനോരമ, എന്നാൽ രമ്യ നിങ്ങൾ പോയിക്കാട്ടെ, നിങ്ങൾ പോണ വഴിക്ക് ആരെങ്കിലൊക്കെ കാണണമെങ്കിൽ നാട്ടുകാർക്കൊക്കെ പറഞ്ഞോട്ടോ, എത്രയും പെട്ടെന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ ലാവണിയുടെ വിവാഹമാണെന്ന് അവർക്കൊരു സന്തോഷമാവട്ടെ, പോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കും കേട്ടോ. ഇതെല്ലാം കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രുതിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.